കാര്യത്തിന്റെ ഒരു കോഞ്ച് പോലൊരു സംഭവം അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. റൂമ് കാര്യങ്ങൾ അതേപോലെ ഒത്തിരി പേര് പറഞ്ഞു ചൂടുണ്ട് വന്നത് അതുകൊണ്ട് ചോദിക്കുന്നത്. അതായത് ഓപ്പൺ ആവുന്നുള്ളൂ അവർക്ക് കണ്ടോ. നമുക്കിപ്പോൾ ഇത്രേ കാണാൻ പറ്റുള്ളൂ. കൊച്ചിയിലൊരു ഐമാക്സ് വളരെ അനിവാര്യമാണ്. ഗണനയിൽ ഉണ്ടെന്നാ പറയുന്നത്. അത് വരില്ല. മേബി കപ്പിൾസിന് ഇരിക്കാനുള്ളൊരു പോയിന്റ്. ഐമാക്സിന്റെ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ പൊളിയായിരുന്നു. 5 ഫ്ലോറില്ല 4 ഫ്ലോറുകൾ കേട്ടോ. സോറി 5 ഫ്ലോർ എന്ന് പറഞ്ഞാൽ ക്ഷമിക്കണം. അതല്ലേ അതെല്ലാം ഓപ്പണിംഗ് ആവുന്നത് മേബി ഒരു 1 മന്തിന് ശേഷം ആയിരിക്കും. ഇതിൻ്റെ അകത്ത് കോസ്റ്റ് ഒന്നും എനിക്കറിയത്തില്ല, പക്ഷേ പ്രീമിയം ആയിരിക്കും. സെയിം നല്ല ഹൈഫൈ ഹോട്ടലുകൾ മോഡലായിരിക്കും. ഇവിടെ ഓൺലി 3ാമത്തെ നില വരെ കാണിക്കത്തുള്ളൂ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മുകളിലെ സ്റ്റാഫുകൾക്കും ഇത് ഇവിടോട്ട് കയറാൻ പറ്റും. സാധാരണ അറിയത്തില്ല ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് കയറാനാണ്. പിന്നെ ആൾക്കാർ നിലവാരമുണ്ട്. ഹൈപ്പർ മാർക്കറ്റിലേക്ക് ഒരു നോക്കി എല്ലാം പ്രശ്നമാണ്. ഇതാണ് മുഴുവനെക്കാട്ടും കുറച്ച് വരുന്ന ആൾക്കാരുടെ ക്വാളിറ്റിയും എല്ലാം അവരുടേതാണ്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഫോറം മാളിൻ്റെ ഫ്രണ്ടിലാണ്. അതായത് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ മാൾ എന്നുള്ള രീതിയിൽ ഇപ്പോൾ നമുക്ക് പറയാവുന്ന ഒരു മാളാണ്. അപ്പോൾ അത്യാവശ്യം നല്ലതാണ്. കണ്ടിട്ട് പുറത്തുനിന്ന് കാണുമ്പോൾ അടിപൊളിയായി തോന്നുന്നുണ്ട്. ഏകദേശം ഒരു 10 ഏക്കറിൽ 10,60,000 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു മോള് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഉള്ളിൽ പോയിട്ട് ഇതിൽ എന്തൊക്കെ ഉണ്ട് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഇതല്ലേ ബസ് ഫോറ്? അവിടെ നമുക്ക് നല്ല ബ്രാഞ്ച് കാണാം. ഇവിടെ ലെൻസ് കാർട്ട് ഫൈബറാന്ന് തോന്നുന്നു. ഫൈബർ ലുലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്ത് തോന്നുന്നു? ബെറ്റർ ലുലു ആണ്. പക്ഷെ എന്നാലും ലുലിനേക്കാളും കൂടുതൽ ഷോപ്പും സ്റ്റോറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്താണ് എല്ലാ അടുത്ത ഫ്ലോറിലേക്ക് സെക്കൻഡ് ഫ്ലോർ അല്ലേ?
ഫ്ലോറ്, ഇത് ഫസ്റ്റ് ഫ്ലോർ, ഇത് സെക്കൻഡ് ഫ്ലോർ. ശരിക്കും കപ്പിൾ പോയിന്റ്, കപ്പിൾസിന് ഇരിക്കാനുള്ള ഒരു പോയിന്റ് അല്ലേ, കപ്പിൾസിന് സംഭവം. പിന്നെ ഇതേപോലെ ഐമാക്സിന്റെ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ പുളിയായിരിക്കും. ഇതിപ്പോ ഫുഡ് കോർട്ട് ഇതിലൂടെ 5 ഫ്ലോർ, 4 ഫ്ലോർ, 5 ഫ്ലോറൊന്നുമില്ല. എന്റെ മുകളിലേക്കുണ്ടോ ഫ്ലോർ? 4 ഫ്ലോറേ ഉള്ളൂ. 5 ഫ്ലോറില്ല, 4 ഫ്ലോർ കേട്ടോ. സോറി, 5 ഫ്ലോർ പറഞ്ഞാൽ ക്ഷമിക്കണം. ഇല്ല, നോക്കാം നോക്കാം. ഗ്രൗണ്ട് സെക്കൻഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൽ എത്ര ഫ്ലോർ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ സംശയമുണ്ടോ? താഴെ ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ടെന്ന് പറയുന്നത്. ഫുഡ് കോർട്ടിൻ്റെ അവിടെ ഡൊമിനാസ്, പിസ്സ ഹട്ട്, ചിക്കിങ്, പിന്നെന്താ പറയുക, ചൈന, ഇത് വളരെ നല്ല ഏരിയയാണ്. ഫസ്റ്റ് ഫ്ലോറാണോ സെക്കൻഡ് ഫ്ലോറാണോ? ഇതിപ്പോ ഐ തിങ്ക് സെക്കൻഡ് ഫ്ലോറാന്ന് തോന്നുന്നു. സെക്കൻഡ് മൊത്തത്തിൽ എത്ര ഫ്ലോറുണ്ട്? 5 ഫ്ലോർ പറയുമ്പോൾ ഇപ്പോൾ 4 നമുക്ക് കാണുന്നില്ല. മാരിഡിന് ഓപ്പണിംഗ് 4th 5th മാരിഡ് ഉണ്ട്. ഓ, അവരാ അതല്ലേ? അതെന്നാ ഓപ്പണിംഗ് ആവുന്നത്? അവര് മേ ബി ഒരു 1 മന്തിന് ശേഷം ആയിരിക്കും. ശരി ശരി. ഇപ്പോൾ നിലവിൽ 4 ഫ്ലോറേ ഉള്ളൂ. നമ്മൾ പറഞ്ഞത് പോയി. ഇപ്പോൾ നിലവിൽ 4 ഫ്ലോറേ ഉള്ളൂ. ഇനി ഒരു ഫ്ലോർ വരാൻ പോകുന്നുണ്ട് ലുലുവിൻ്റെ. അത് ഇപ്പോഴല്ലാതാണ് പറഞ്ഞിട്ടുള്ളത്. അവൈലബിൾ ആയിരിക്കും. അതല്ലാതെ തന്നെ ഇതിൻ്റെ അകത്ത് കോസ്റ്റ് എത്ര വരും? കോസ്റ്റ് ഒന്നും എനിക്കറിയത്തില്ല, പക്ഷേ പ്രീമിയം ആയിരിക്കും. സെയിം നല്ല ഹൈഫൈ ഹോട്ടലുകൾ മോഡലായിരിക്കും ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ. ലോഞ്ച് പോലെയാണ് ഈ എയർപോർട്ടിൽ കാണുന്ന ലോഞ്ച് പോലെ ഒരു അതുപോലല്ല, അതിൽ സ്റ്റാൻഡർഡൈസ് ഉള്ള വേർഷൻ ആയിരിക്കും. ശരിക്കും മാളിൽ നമ്മളിങ്ങനെ ഒരു ഹോട്ടൽ ഫെസിലിറ്റി നമുക്ക് ഇതുവരെ ഇത് കിട്ടിയിട്ടില്ല. ഇത് ഇവരുടെ ആദ്യമായിട്ട് ഇതിലോട്ട് വെഞ്ചർ ഔട്ട് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ രണ്ടുപേരുടെയും ജോയിൻറ്റ് വെഞ്ചറായിരുന്നു. മാരിയറ്റും ഫോറമും തമ്മിലുള്ള ജോയിൻറ്റ് വെഞ്ചറാണ്. അപ്പോൾ ഇതിൻ്റെ മേളിലോട്ടുള്ള ഇവിടെ ഓൺലി 3ാമത്തെ നില വരെ കാണിച്ചിട്ടുള്ളൂ മോളിൻ്റെ സ്റ്റാഫുകൾ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മോളിലെ സ്റ്റാഫുകൾക്കും ഇത് ഇവിടോട്ട് കയറാൻ പറ്റും. മോളിൽ വരുന്ന കസ്റ്റമേഴ്സിനും ക്ലയൻസിനും ഇതിൻ്റെ അത് കയറാൻ പറ്റും. അതല്ലാതെ തന്നെ റൂംസിൽ പോകണമെങ്കിൽ സെപ്പറേറ്റ് എൻട്രിയും അത് സെപ്പറേറ്റ് ഇതിന് മാരിറ്റിന് സെപ്പറേറ്റ് എൻട്രി തന്നെ ഉണ്ട് ഇതിൻ്റെ സൈഡിൽ. ആർക്കും സാധാരണ അറിയത്തില്ല ഇത്. ഇപ്പോൾ ഇവർ പലരും ചോദിച്ചങ്ങനെ അറിയാം. ഇപ്പോൾ നിലവിൽ 4 ഫ്ലോർ അല്ലേ? നിലവിൽ ഓൺലി ഗ്രൗണ്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് മാത്രമേ മോളിൽ വരുന്നവർക്കേ ഉള്ളൂ. അതല്ലാതെ തന്നെ ഈ 4th 5th എന്ന് പറഞ്ഞ ഒരു സീക്രട്ട് ഡെസ്റ്റിനേഷൻ പോലെ. പക്ഷേ ഇത് പതുക്കെ ഇവർ ഒഫീഷ്യൽ ആക്കുമത്. ഇപ്പം ചെറിയ കാര്യങ്ങളൊക്കെ നടക്കുകയുണ്ട്. ഒരു സോഫ്റ്റ് ലോഞ്ച് എന്നുള്ള രീതിയിലാണ്. സോഫ്റ്റ് ലോഞ്ച് പോലെ മോള് സോഫ്റ്റ് ലോഞ്ച് ചെയ്ത്, പക്ഷേ ഇത് ഇതുവരെ ഈ മാരിറ്റിൻ്റെ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇതിൽ തിയേറ്ററൊക്കെ ഓപ്പൺ ആണ്. തിയേറ്റർ ഈ കാണുന്നതാണ് തിയേറ്റർ. അത് 9 ഹോള് കാണും, 9 തിയേറ്റർ കാണും. അത് 2 വലിയ തിയേറ്റർ, ബാക്കി ചെറിയതായിരിക്കും. അതല്ലാതെ തന്നെ അതിൻ്റെ എൻട്രൻസ് അവിടെ നിന്നായിരിക്കും. അത് ജസ്റ്റ് ഒക്ടോബറൊക്കെ ആവും നമ്മൾ. ഐമാക്സ് ഇല്ല, പിക്സലോ അങ്ങനെ കണ്ടുള്ള. അതല്ലാതെ തന്നെ ഈ കാണുന്നതാണ് നമ്മുടെ ഷെഫുള്ളയുടെ മീൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റുള്ള റെസ്റ്റോറൻറ്റ്. അതും പതുക്കെ അത് സ്റ്റാർട്ടായി വരത്തുള്ളൂ. അതൊരു എനിക്ക് 4-5 months എടുക്കും. പതുക്കെ സ്റ്റാർട്ട് ആകത്തുള്ളൂ. അത് കഴിയുമ്പോൾ മേ ബി ദർ ഈസ് എ ചാൻസ്. ഇഷ്ടംപോലെ വലിയ വലിയ ഹോളുകളുണ്ട്. ഇത്ര 9 ഹോളുകളുണ്ട്. അപ്പം ചിലപ്പം പബ്ലിക് ഡിമാൻഡ് കൂടുമ്പോൾ അവർ ഐമാക്സ് കൊണ്ടുവരാനാണ് സാധ്യത. ചെറിയൊരു തെറ്റിദ്ധാരണ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 3
3 ഫ്ലോറേ ഉള്ളൂ അല്ലേ? ഗ്രൗണ്ട് ഫ്ലോർ എന്താണ്? ഗ്രൗണ്ട് ഫ്ലോർ അതായത് സെക്കൻഡ് കസ്റ്റമേഴ്സിന് ശരിക്കും 3 ഫ്ലോർ ഉണ്ട്. ആ ബാക്കി 2 ഫ്ലോർ ബാക്കി മാരിയറ്റിന്റെ ഒരു ഹോട്ടലാണ്. നമ്മൾ ഇതുവരെ പ്രതീക്ഷിക്കാത്ത ഒരു ഹോട്ടൽ സെറ്റപ്പാന്ന് പറഞ്ഞത്. അതായത് നമ്മൾ എയർപോർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ലോഞ്ചൊക്കെ കണ്ടിട്ടില്ലേ, പ്രീമിയം ആൾക്കാരൊക്കെ ഇരിക്കാനുള്ള അതിലും Extreme. ഒരു ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ വരുന്ന സംഭവമാണ്. ചെറിയ പൂളൊക്കെ അതായത് ഒരു സീക്രട്ട് ആള് പറഞ്ഞത് നമുക്ക് കേൾക്കാം, ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു സ്പേസ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഒഫീഷ്യലായിട്ട് ഇപ്പോൾ ആർക്കും അറിയില്ല അങ്ങനെ സംഭവം ഉണ്ടെന്നുള്ളത്. ഉള്ളിൽ കയറാൻ പറ്റും. പുള്ളി കയറാൻ പറ്റില്ലായിരിക്കും. ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ എന്തൊക്കെയോ ദുരൂഹതകൾ ഇതിന് പറഞ്ഞു കിടക്കുന്നു. അതായത് ഓപ്പൺ ആവുന്നുള്ളൂ, വർക്ക് കണ്ടോ? പണി കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ 9 ഹാളുകൾ അല്ലേ? ഉണ്ട്, നമുക്കിപ്പോൾ ഇത്രേ കാണാൻ പറ്റുള്ളൂ. 9 ഹാളുകളിൽ അതും വലിയ ഹാളുകളാന്ന് വലിയ പറയുന്നത്. മേ ബി ഒരു ചാൻസ് ഉണ്ടെന്ന് പറയുന്നത് ഐമാക്സിൽ. ചാൻസ് ഉണ്ടെന്ന് പറയുന്നത്. പക്ഷേ ഐമാക്സ് കൊണ്ടുവരുന്ന പറയുന്നത് ലജ്ജിക്കാരെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു IMAX കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഐമാക്സ് വന്നു അല്ലേ? കൂടുതൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ ഏഷ്യയിലുള്ളത് നമുക്ക് കൊച്ചിയിലാണ്. കൊച്ചിയിൽ IMAX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിവാര്യമാണ്. അത് ഇപ്പം പരിഗണനയിൽ ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ വരില്ല. മേ ബി അത് മാത്രം ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നുന്നു. മൊത്തത്തിൽ കണ്ടിട്ട് സൂപ്പർ അടിപൊളി. ഇതുപോലെ നമ്മൾ കണ്ടിട്ടില്ല. അതെ സത്യോ? അടിപൊളിയാണ്. ലുലുവിനെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയുണ്ട്? ലുലുവിനെ വെച്ച് നോക്കുമ്പോൾ നോക്കിയൊക്കെ അടിപൊളിയാണ്. സൂപ്പർ. ലുലിനേക്കാൾ അടിപൊളി തോന്നുന്നുണ്ട്. ആ മരടിൽ നിങ്ങൾ ഇവിടുത്തെ നാട്ടുകാരാണോ? ഇവിടെയുള്ള ആൾക്കാരാണ്. ലുലുവിനേക്കാൾ അടിപൊളി തോന്നുന്നു. ഒത്തിരി സ്റ്റോറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ലുലുവിനെ അപേക്ഷിച്ചിട്ട്. ഹലോ, ലുലുവിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്ത് തോന്നുന്നു? ചൂട് തോന്നുന്നുണ്ടോ അവിടെ? കുറച്ചധികം ചൂട് തോന്നുന്നുണ്ടല്ലേ? AC കുറവായി തോന്നുന്നുണ്ടല്ലേ? മൊത്തത്തിൽ എങ്ങനെയുണ്ട് ഒരു മേക്ക്, അതായത് ഇതിന്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇത് തോന്നുന്നു? എങ്ങനെയുണ്ട്? കൊള്ളാമോ? ഇഷ്ടപ്പെട്ടോ? നല്ല ആംബിയൻസ് കാണാൻ നല്ല രസമുണ്ട്. രസമുണ്ട്. മൊത്തത്തിലൊരു മേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. ഇതിന്റെ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ. തണുപ്പ് കുറവുണ്ടോ? ശരി, എങ്ങനെയുണ്ട് മൊത്തത്തിൽ? അടിപൊളിയാണോ? ഇഷ്ടപ്പെട്ടോ? ചൂടുണ്ടോ? കുഴപ്പമില്ല. അത്യാവശ്യം ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡ് ഇൻക്ലൂഡിംഗ് ആണ്. തന്നെ നല്ല നല്ല കസ്റ്റമേഴ്സ് വരാൻ ചാൻസ് ഉള്ളതാണ്. ലുലുവിന് വെച്ച് നോക്കുമ്പോൾ കമ്പാരബിലിറ്റി അല്ല, അത്ര പറയാൻ പറ്റില്ല. എന്നാൽ പോലും നല്ലൊരു എന്താ പറയുക, നല്ല അറ്റ്മോസ്ഫിയറാണ്, നല്ല വൈബാണ്, റെസ്റ്റബിളായിട്ട് ഫീൽ ചെയ്യുന്നു. ചൂട് തോന്നുന്നുണ്ടോ? ചൂട് ഫീലിംഗ് ഉണ്ട്, ചൂടിൻ്റെ ഫീലുണ്ട്. ആക്ച്വലി കുറച്ച് പേര് പറഞ്ഞു ചൂടുണ്ട്. ചൂടിൻ്റെ ഫീലിംഗ് ഉണ്ട്. ആയിരിക്കും. ആൾക്കാരോട് ചോദിക്കുന്ന സമയത്ത് അവർ ലുലുവിൻ്റെ അത്ര ഇല്ല, കാരണം ചിലപ്പോൾ ഇത് എല്ലാം വന്നത് ചിലപ്പോൾ ഫീൽ ചിലപ്പോൾ എല്ലാം അടിപൊളിയാണ്. ചൂട് തോന്നുന്നുണ്ടോ? ഇല്ല. ഞങ്ങൾ കുറച്ച് ആൾക്കാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞ ചൂട് കുറച്ച് അധികമാണ് തോന്നുന്നില്ല. എങ്ങനെയുണ്ട് മൊത്തത്തിൽ വർക്ക് ചെയ്യാനൊക്കെ? എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. എങ്ങനെയുണ്ട്? പക്ഷേ മൊത്തം കയറിയിട്ട് എങ്ങനെയുണ്ട് മൊത്തത്തില്? ലുലുവിൻ്റെ അത്ര ഇല്ല. ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ അത്ര ഇല്ലാന്ന് പറഞ്ഞാൽ അങ്ങനെ ഇല്ലാന്നല്ല. സ്റ്റാൻഡേർഡ് ഉണ്ട്, നിലവാരമുണ്ട്, ഒത്തിരി ഷോപ്പുണ്ട്, പറഞ്ഞ പോലെ ലുലുവിലില്ലാത്ത പലതുണ്ട്. എങ്കിൽ കൂടി ആ ലുലുവിൻ്റെ ആ ഒരു അത്രയും വലിയൊരു ആ ഒരു ആംബിയൻസ് നമുക്ക് കിട്ടില്ലേ? പെർമിറ്റ് ആംബിയൻസ് അല്ലേ? ഹായ്,
എങ്ങനെയുണ്ട് മൊത്തത്തിൽ? About How Mall. it looks like? Oh, it's awesome. And actually, I'm a manager for Subway Stop. And it was awesome. From last 1 week, we were working here. So it's awesome and very cool and very huge. What do you think about it comparing it with Lulu? Comparing with Lulu, yes, of course, it's very good thing. So because and also first day, so much of crowd. It's very good to see. ഇതാണ് നമ്മുടെ ഫോറം മാൾ. ഇനി ഒത്തിരി കാണാനുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ ഇപ്പൊ ഒന്നും ഓപ്പൺ ആയിട്ടില്ല. ഇത്രയും കണ്ടത്രേ ഉള്ളൂ. ഇതിനുള്ള കാണാനും ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ കൊള്ളാം എന്തായാലും അല്ലേ? അല്ലേ? Yes, കൊള്ളാം. നന്നായി തോന്നുന്നുണ്ട്. പിന്നെ ഒരു ഹിഡൻ അല്ലേ, ഹിഡൻ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഓപ്പൺ ആയി വരുന്നുള്ളൂ. ഓപ്പൺ ആയിട്ട് ഡിസംബർ മാസമൊക്കെ ആകുമ്പോഴേക്കും ഓപ്പൺ ആവുമെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് നോക്കാം. ഇവിടെ എല്ലാവരും വരണം അല്ലേ? ഒരു എന്തായാലും കുഴപ്പമില്ല, അടിപൊളിയായിരിക്കും മിക്കവാറും. പ്രതീക്ഷിക്കുന്ന അടിപൊളിയാണ്. ഓക്കെ Okay, പോയിക്കോ. വിട്ടാലോ? നമുക്ക് വിടാം. ബൈ. ഇത് എഡിറ്റ് ചെയ്യണോ? ഇത് പോയി എഡിറ്റ് ചെയ്യണം. അടിപൊളിയാണ്. ലുലുവിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ കുറെ വ്യത്യസ്തമായ പുതിയ ബ്രാൻഡ്സ് ബാത്ത് ആൻഡ് ബോഡി വർക്ക് കണ്ടാൽ അറിയാം ഫസ്റ്റ് ടൈം ഇൻ കേരളമാണ്. നമുക്ക് വേണ്ടിയിട്ട് ലൈക്ക് നമ്മളിപ്പോൾ ഇന്ന് കുറെ യങ്സ്റ്റേഴ്സിന് ഏറ്റവും ആവശ്യമുള്ളൊരു ബ്രാൻഡാണ്. ലുലുവിന്റെ ഒരു മാരിയറ്റിന്റെ ഒരു ലോഞ്ച് പോലെ ഒരു സംഭവം മുകളിലുണ്ട്. അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അറിഞ്ഞു ഇപ്പൊ ഞാൻ വന്നപ്പോഴാണ് അറിഞ്ഞത്. റൂമ് കാര്യങ്ങൾ അതേപോലെ അവരുടെ ഞാൻ ഒരു മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, പോയി നോക്കണം. ജസ്റ്റ് എത്തിയേ ഉള്ളൂ, സ്ലോലി എക്സ്പ്ലോർ ചെയ്തേക്കും. ശരിക്കും ലുലുവിനേക്കാളും വലുതായി തോന്നുന്നുണ്ടോ ചെറുതായി തോന്നുന്നു? ലുലുവിനേക്കാളും ചെറുതായി തോന്നുന്നുള്ളൂ വലിപ്പം വെച്ചിട്ട്. പക്ഷേ എന്താ കുറച്ച് പ്രീമിയമാണ്. ഇറ്റ് ഹാസ് എ പ്രീമിയം ടച്ച്. സ്ട്രക്ചർ ഒക്കെ ഉണ്ട്, ഒരു ഔട്ട്ലുക്ക് കാണുന്ന രീതിയിലൊക്കെ അടിപൊളിയാണ്. പ്രീമിയം ഒരു കേരള പ്ലസ് പ്രീമിയം ഒരു മൂടുണ്ട്. ചൂട് തോന്നുന്നു. അതിപ്പോ ഫസ്റ്റ് ഡേ ആയിട്ടായിരിക്കും. പാർക്കിങ്ങും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ബാക്കിയെല്ലാം ഒത്തിരി പേര് ചൂടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. AC കുറച്ച് കുറവുണ്ട്. ഇപ്പൊ വന്ന് കയറി ഒരു 15 മിനിറ്റ്സ് ആയതുകൊണ്ട് ചൂടെടുത്തിട്ടില്ല. കുറച്ച് ചൂടുണ്ടായിരിക്കും. Thank you. ആ കൊച്ചു പറഞ്ഞ പോലെ കുറച്ച് ചൂടുണ്ട് പിന്നെ ലുലു വന്നല്ലോ. പക്ഷെ എന്നാലും ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് മൊത്തത്തില്? കൊള്ളാം, സ്ട്രക്ചറും കാര്യമൊക്കെ കൊള്ളാം. പക്ഷെ എന്നാലും ലുലു കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കയറിയിരുന്നോ? കൂടെ പറ. ചൂട് തോന്നുന്നുണ്ടോ ഇതിൻ്റെ ഉള്ളിൽ? കുഴപ്പമില്ല. കുഴപ്പമില്ല. പക്ഷെ ഒത്തിരി പേര് പറഞ്ഞു ചൂടുണ്ട് പറഞ്ഞു, അതുകൊണ്ട് ചോദിച്ചിട്ടുണ്ട്.